ഹായ് മൈ ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഡൽഹി എത്തി. ന്യൂഡൽഹി ഭാഗത്തായിട്ട് റൂമും എടുത്ത് ചുമ്മാ നടക്കാൻ ഇറങ്ങി. ഡൽഹിയിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്. എനിക്ക് പിന്നെ വൈകുന്നേരം വരെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്തത് കാരണം ഇവരുടെ കൂടെ പർച്ചേസിനും ഇറങ്ങി. ഡൽഹിയിലെത്തിയാൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒന്ന് ഫുഡിന് വേണ്ടിയിട്ടാണ്. അവസാനം റോഡ് സൈഡിൽ നിന്നും കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി തന്ന് കരോൾ ബാഗിലെ മൊബൈൽ മാർക്കറ്റിലേക്ക് അങ്ങ് പോയി. ഡൽഹിയിൽ പല മാർക്കറ്റിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും മൊബൈൽ മാർക്കറ്റിലേക്ക് പോകുന്നത് ആദ്യമായിട്ടായിരുന്നു. എല്ലാ സാധനത്തിൻ്റെയും ഒറിജിനൽ മുതൽ ഡ്യൂപ്ലിക്കേറ്റ് വരെ നമുക്ക് ഇവിടെ കിട്ടും. അതിലേതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് കുറച്ച് പാട്. അങ്ങനെ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി അവസാനം ഒരു ഹൈദരാബാദി ബിരിയാണി നിന്ന് നേരെ റൂമിലേക്ക് പോയി ബാഗും എടുത്തിറങ്ങി. രാത്രി 9 മണിക്കാണ് എനിക്ക് പോകാനുള്ള ബസ്. അപ്പോൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഹിമാചൽ പ്രദേശിലുള്ള കുറച്ച് വില്ലേജുകൾ കാണാൻ വേണ്ടി പോവുകയാണ്. കസോൾ, ബർഷേനി, കൽഗ, പുൽഗ, തോശ് ഇങ്ങനെയുള്ള കൊച്ചു വില്ലേജിലേക്കാണ് എൻ്റെ യാത്ര. ഡൽഹിയിലെ കാശ്മീരി ഗേറ്റിൽ നിന്നായിരുന്നു എനിക്ക് പോകാനുള്ള ബസ്. അങ്ങനെ അവരോട് ടാറ്റയും പറഞ്ഞ് ബസ്സിൽ കയറി. 2 ദിവസത്തെ ഉറക്കമുള്ളത് കൊണ്ട് ബസ്സിൽ കയറി ഉടനെ തന്നെ ഞാനങ്ങ് ഉറങ്ങിയിരുന്നു. രാവിലെ എണീച്ചപ്പോൾ കണ്ട കാഴ്ച മഞ്ഞ് മൂടി നിൽക്കുന്ന ഹിമാലയൻ മലനിരകളായിരുന്നു. അങ്ങനെ കുറേ നേരം അതും നോക്കിയിരുന്ന് 7:30 ആകുമ്പോഴത്തേക്കും കസോൾ ബസ് സ്റ്റാൻഡിലെത്തി. ഒറ്റയ്ക്കുള്ള യാത്രയായതുകൊണ്ടും വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയാതെ കസോൾ ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ യാത്രകൾ തുടരുകയാണ്, കൂടെ കാഴ്ചകളും. ബാക്കി കഥകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.